പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇതപ്പോൾ ആദ്യമായിട്ട് വെൽഡിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. എങ്ങനെ നമുക്ക് വെൽഡിംഗ് മെഷീൻ ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല പല ഉപയോഗങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു വീഡിയോ വെൽഡിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു ടോഷോൺ കമ്പനിയുടെ ആർക്ക് 200 എന്ന് പറയുന്ന ഒരു വെൽഡിംഗ് മെഷീനാണ്. ആർക്ക് വെൽഡിംഗ് എന്നുദ്ദേശിക്കുന്ന ആർക്ക് 200 എന്നുദ്ദേശിക്കുന്നത് ആർക്ക് വെൽഡിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു മെഷീനാണ്. ആർക്ക് വെൽഡിംഗ് എന്നുദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരൂല, എന്നാലും നമ്മുടെ ട്രസ് വർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെൽഡിംഗ് മെഷീനാണ് ആർക്ക് എന്നുദ്ദേശിക്കുന്നത്. പിന്നെ ഗ്യാസ് ടൈപ്പ് വെൽഡിംഗ് ഉണ്ട്, മിഗ് ടൈപ്പ് ഉണ്ട്, ടിഗ് ടൈപ്പ് ഉണ്ട്, പല പല ടൈപ്പ് വെൽഡിംഗ് ഉണ്ട്. ഇപ്പം നോർമൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആർക്ക് വെൽഡിംഗ് ആണ്, അതായത് ARC ആർക്ക്. അപ്പോൾ ഈ ഒരു മെഷീനിൽ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ആർക്ക് 200 എന്നുദ്ദേശിക്കുന്നത് 200 ആംസ് വരെ ഈ ഒരു മെഷീനിൽ എടുക്കുമെന്നാണ് ഈ ആർക്ക് 200 വെച്ച് ഉദ്ദേശിക്കുന്നത്. 200 ആംബിയർ വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. 20 ആം മുതൽ 200 ആംസ് വരെ നമുക്ക് ഈ ഒരു വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് വെൽഡ് ചെയ്യാം. അതായത് ആംബിയർ വരുന്നതെന്ന് വെച്ചാൽ ഓരോ മെറ്റലിൻ്റെ കട്ടി അനുസരിച്ചാണ് ഈ ഒരു ആംബിയർ വരുന്നത്. അപ്പോൾ ഓരോ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അനുസരിച്ചാണ് ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യണത്. ഇപ്പോൾ നോർമൽ ഒരു 70-60 ആംസിൽ വെച്ചാണ് ട്രസ് വർക്കിന് കാര്യങ്ങൾക്ക് വേണ്ടി വെൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കൂട് ഉണ്ടാക്കൽ, പട്ടിക്കൂട്, ആട്ടിൻകൂട്, ഇങ്ങനെ ആവശ്യങ്ങൾക്ക് ഒരു 70-80 ആംസിലൊക്കെ വെച്ചാണ് വെൽഡ് ചെയ്യണത്. പിന്നെ ഈ ഒരു വെൽഡിംഗ് മെഷീനിൽ തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ഓൺ ഓഫ് സ്വിച്ച്, ഇതൊരു ഡിസ്പ്ലേ ആണ്, അതായത് എത്ര ആംബിയറാണ് വരുന്നതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് പവറിൻ്റെ സ്വിച്ചാണ്, ലൈറ്റ് വരുന്ന സ്വിച്ചാണ് പവർ ഓൺ ചെയ്യുമ്പോൾ ആംബിയറിൻ്റെ. ഇതതുപോലെ തന്നെ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ ഒരു ലൈറ്റാണ്. പിന്നെ ഇതിൽ നമുക്ക് താഴെയിൽ കാണാം ഇവിടെ ഒരു ഗ്രില്ല് തന്നെ, അതായത് അകത്തുള്ള ട്രാൻസ്ഫോമർ ബോർഡ് കാര്യങ്ങളിലോട്ട് എയർ പോകാൻ വേണ്ടിയുള്ള ഒരു ഗ്രില്ലാണ് കാണുന്നത്. ഇതിൻ്റെ അടിയിലുണ്ട് പോസിറ്റീവും നെഗറ്റീവും. അതായത് ഈ ഒരു വെൽഡിംഗ് മെഷീന് വർക്ക് ചെയ്യുന്നത് പോസിറ്റീവും നെഗറ്റീവും ഉപയോഗിച്ചാണ്. കൂട്ടിമുട്ടി ഉണ്ടാവുന്ന ഒരു സ്പാർക്കിങ്ങിലൂടെയാണ് ഈ ഒരു വെൽഡിംഗ് മെഷീൻ്റെ പ്രവർത്തനം. പിന്നെ ഇവിടെയാണ് മെയിൻ കാര്യങ്ങൾ വന്നത്, അതായത് ഹോൾഡറും എർത്തും. പോസിറ്റീവിൽ ഹോൾഡർ വരും, അതായത് വെൽഡിംഗ് റാഡ് പിടിപ്പിക്കേണ്ട വയറിൻ്റെ ഹോൾഡറും. മൈനസിൽ വരുന്നത് നെഗറ്റീവ്, അതായത് എർത്ത്. ആ വെൽഡിംഗ് റാഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എർത്ത് ഉണ്ട്, അതൊരു മെറ്റലിൽ എർത്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു വെൽഡിങ് അവിടെ നടക്കുള്ളൂ. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ടോഷൻ വെൽഡിംഗ് മെഷീൻ, അതുമാതിരി വെൻ്റ് ഉണ്ട്. ഫ്രണ്ടിൽ കണ്ട മാതിരി തന്നെ ഗ്രില്ലാണ് അകത്തേക്ക് എയർ പോകാനുള്ളത്. പിന്നെ മുകളിലൊരു ഹാൻഡിൽ വന്നുണ്ട്, അതായത് മെഷീൻ പൊക്കിയാൻ താത്തൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഹാൻഡിലാണ് പിടിക്കാൻ. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്, അതായത് അകത്തുള്ള ചൂട്, അതായത് നമ്മൾ അവിടെ കണ്ട വെൻറ്റിൽ കൂടിയുള്ള എയർ പുറത്തോട്ട് വരാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കണത്. ഈ ഒരു ഫാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അകത്തുള്ള ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയാണ് ഈ ഒരു എക്സോസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 200 ആംസ്, ഇതിൻ്റെ അകത്ത് DC കറണ്ടാണ് പുറത്തോട്ട് വരുന്നത്, 28 വോൾട്ട്. പിന്നെ വയർ ഔട്ട്പുട്ട് ഇൻപുട്ട് കറണ്ടാണ്, അതായത് 230 വോൾട്ടിൽ കണക്ട് ചെയ്യാനുള്ള കറണ്ടാണ്. അതിൻ്റെ വയറാണ് വന്നിരിക്കുന്നത്. വയർ കാണാൻ 2.5 സ്ക്വയർ mm തിക്നെസ് ഉള്ള 3 കോർ വയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 16 ആംസിൻ്റെ ഒരു സോക്കറ്റാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ 2.5 സ്ക്വയർ തിക്നെസ് ഉള്ള വയറാണ് വന്നിരിക്കുന്നത്. അതായത് ഇത്ര നല്ലൊരു 200 ആംബിയർ എടുക്കുന്നത് കാരണം 1 സ്ക്വയറിലൊന്നും ഇരിക്കില്ല. അപ്പോൾ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു ഹോൾഡർ 2.5 സ്ക്വയർ എന്ന് വെച്ചാൽ 200 ആംസ്. അതായത് നിങ്ങൾക്ക് ഫാൻ ചാർജറൊക്കെ കുത്താൻ സാധാ പ്ലഗ് പോയിൻറ്റിൽ ഇത് കുത്താനൊന്നും പറ്റില്ല. ഇതിന് വേണ്ടി 16 ആംസ്, അതായത് മൈക്രോവേവ്, വാഷിംഗ് മെഷീൻ അങ്ങനെ കുത്തണതിൻ്റെ 16 ആംസ് പവർ പ്ലഗിൽ മാത്രമേ ഈ ഒരു വെൽഡിംഗ് മെഷീൻ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവർക്ക് നേരിട്ട് മെയിൻ സ്വിച്ചിൽ കണക്ട് ചെയ്യാം. അത് ഫസ്റ്റ് ടൈം ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യണ്ട. അത് ഭയങ്കര അപകടം പിടിച്ചൊരു പണിയാണ്, ഡയറക്റ്റ് മെയിൻ സ്വിച്ചിൽ കണക്ട് ചെയ്യണത്. ഇതിപ്പോൾ സേഫായിട്ട് നിൽക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പവർ പ്ലഗിൽ കണക്ട് ചെയ്യണമായിരിക്കും നല്ലത്. പവർ പ്ലഗ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത്ര ഹോൾസ് ഉള്ള ഒരു സോക്കറ്റ് ആയിരിക്കും. അതായത് 16 ആംസും വരുന്നുണ്ട്, 6 ആംസും വരുന്നുണ്ട്. അതായത് നമുക്കൊരു ചാർജർ മുതൽ വാഷിംഗ് മെഷീൻ വരെ ഉള്ള ലോഡുകൾ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യിക്കാം. അതാണ് 16 ആംസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 16 ആംസ്. ദയവ് ചെയ്ത് ഈ പ്ലഗുകളും കാര്യങ്ങളും നമ്മുടെ ഈ ടി വിക്കൊക്കെ കുത്തണ എക്സ്റ്റൻഷൻ ബോർഡുകളിലൊന്നും കുത്താൻ പാടില്ല. വയറ് ഉരുകും, ഷോർട്ടിങ്ങും സംഭവിക്കും. പിന്നെ മര്യാദക്ക് വീടുകളിൽ വയറിംഗ് ഒന്നും മര്യാദക്കല്ലെങ്കിൽ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട്, അധികം കറണ്ടൊക്കെ ലീക്കായി പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഒരു വെൽഡിംഗ് മെഷീൻ വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ് ഹോൾഡർ. അതായത് ഹോൾഡറിൻ്റെ പോസിറ്റീവ്. അപ്പോൾ ഇതാണ് ഒരു ഹോൾഡർ വന്നിരിക്കുന്നത്. ഇതാണ് ഒരു ഹോൾഡർ. ഇതിൻ്റെ അകത്താണ് നമ്മൾ വെൽഡിങ് റാഡുകൾ കണക്ട് ചെയ്യേണ്ടത് പോർഷൻ. അപ്പോൾ ഇതാണ് കേട്ടോ വെൽഡിങ് റാഡ് വന്നത്. ഒരു കമ്പിത്തിരിയുടെ അത്ര ഉള്ള വെൽഡിങ് റാഡ് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഹോൾഡർ. ഇതുമേലാണ് വെൽഡിങ് റാഡ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വയർ ഹോൾഡറിൻ്റെ ഒരു വയറാണ്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റിയിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹോൾഡർ കണക്ഷൻ റെഡിയാവും. ഇനി അടുത്തത് നെഗറ്റീവും ഇതുമാതിരി തന്നെയാണ്. ഇതാണ് നെഗറ്റീവ് ടെർമിനൽ എന്ന് വെച്ചാൽ ആദ്യം പേജൊന്നും വേണ്ട ഒരു. അപ്പോൾ ഇതിൻ്റെ അവിടെ ക്ലിപ്പായിരുന്നു. ക്ലിപ്പിന് പകരം ഈ ഒരു പീസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എർത്തായിട്ട്. അപ്പോൾ ഇത് കമ്പനി വരുമ്പോൾ 1 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു എർത്ത്. പിന്നെ ഇതാണ് ഹോൾഡർ. അപ്പോൾ ഹോൾഡറിൻ്റെ വയറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതിൽ നിങ്ങൾക്കൊരു 10 മീറ്ററോ 15 മീറ്ററൊക്കെ വരെ ആക്കാം. ഹോൾഡിങ് എർത്ത് ഒരു സൈഡിൽ കൊടുത്തിട്ട് മെറ്റലിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് വേണം ഈ ഹോൾഡർ വെൽഡ് ചെയ്യാൻ വേണ്ടി. ഓഫ് ചെയ്ത് അപ്പോൾ നമ്മുടെ പവർ കൊടുക്കാനും പോണേണ്. പവർ കൊടുത്തതിന് ശേഷം അപ്പോൾ ഓൺ ചെയ്യാനും പോണേണ് നമ്മൾ. അപ്പോൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് വന്നിരിക്കുന്നത് ആംബിയറാണ് കേട്ടോ. കറണ്ടിൻ്റെ ആംബിയറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത്. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആംബിയർ ചേഞ്ച് ചെയ്യാനുള്ള റെഗുലേറ്റർ. അപ്പോൾ ഇതിൽ കാണാൻ നമുക്ക് ആംബിയർ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു മീറ്ററാണിത്. അപ്പോൾ ഇത് തിരിക്കും തോറും നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ 200 ആംബിയർ ചേഞ്ച് ആവണമൊക്കെ നമുക്ക് ഇതിൽ കാണാം. നമുക്ക് എത്ര വോൾട്ടിൽ വേണം ചെയ്യാൻ അത് നോക്കി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് പലതരം മെറ്റൽസ് വെൽഡ് ചെയ്യാം. ഈ ആർക്ക് വെച്ച് ഉദ്ദേശിക്കുന്നത് മെറ്റൽസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു
മെഷീനാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് സ്റ്റീൽ വെൽഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് സ്റ്റീൽ വെൽഡ് ചെയ്യാം, കോപ്പർ വെൽഡ് ചെയ്യാം, അലൂമിനിയം വെൽഡ് ചെയ്യാം, പിന്നെ നിരവധി. അപ്പോൾ അതിൽ വെൽഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം മാറ്റം വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ വെൽഡിങ് റാഡാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ വന്നിരിക്കുന്നത് ഒരു സ്റ്റീലിൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെൽഡിങ് റാഡാണ് ഈ ഒരു ബ്ലൂ കളറ്. പിന്നെ ഈ ഒരു ആഷ് കളർ വന്നിരിക്കുന്നത് സാധാ മെറ്റൽസ്, നമ്മുടെ ഡ്രസ് വർക്കൊക്കെ ചെയ്യണ മെറ്റൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് പലതരം കൊണ്ട്. ഇത് ഗേജ് കുറഞ്ഞ മെറ്റൽസൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ചെറിയ റാഡ് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഗ്രേനെ കുറച്ച് വണ്ണം കൂടിയതുകൊണ്ട് അത് 10 mm, അതായത് കട്ടി കൂടിയ മെറ്റൽസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ വെൽഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ റാഡുകളും എന്നിട്ട് വെൽഡിങ് റോഡ് അത് ഉപയോഗിക്കേണ്ടതും പിന്നെ ഗേജും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഈ ഒരു വെൽഡിങ് മെഷീൻ്റെ എർത്ത് വന്നിരിക്കുന്നത്, മൈനസ്. അത് നമ്മൾ ഒരു കോമൺ ആയിട്ട് വെക്കണം. ഇതൊരു മെറ്റലിൻ്റെ സർഫസാണ്. അപ്പോൾ അതിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ എർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഹോൾഡർ. ഇവിടെയാണ് നമ്മൾ റോഡ് വെക്കേണ്ടത്. ഒരു കാരണവശാലും ഇത് ഈ ഒരു സർഫസിൽ കൊള്ളാണ്ട് നോക്കണം. അതിനുവേണ്ടി അവർ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു റബ്ബറിൻ്റെ ഒരു ഷീൽഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വെക്കാൻ. പിന്നെ വെൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് ഒരു ഗ്ലാസ് കിട്ടും. വെൽഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഗ്ലാസ്സാണിത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇതിൻ്റെ വോൾട്ടേജ് എന്ന് വെച്ചാൽ നല്ല വോൾട്ടാണ്. അപ്പോൾ കത്തൽ നിങ്ങളുടെ കണ്ണിനെ ബാധിക്കും ഒരു സാധനം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. ദയവേത് ഇത് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ വെൽഡ് ചെയ്യാൻ. ഇത് നല്ലൊരു അടിപൊളി ഷീൽഡാണ്. അവർ ഇതൊക്കെ സണ്ണ് ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സണ്ണ് നല്ല ക്ലിയർ ആയിട്ടൊക്കെ കാണാം നമുക്കിതിൽ. അധികം ലൈറ്റ് കണ്ണിലോട്ട് അടിക്കില്ല, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടില്ല. കണ്ണൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സാണിത്. അപ്പോൾ ഇത് വെൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. എങ്ങനെ ചെയ്യാമെന്നാണ് അപ്പോൾ കാണിക്കാൻ പോണത്. അപ്പോൾ ഇതാണ് 2 മെറ്റൽ. അപ്പോൾ 2 മെറ്റലും തമ്മിൽ കൂട്ടി വെച്ചുകൊണ്ട് വേണം വെൽഡ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ മൈനസ് കണക്ട് ചെയ്യേണ്ടത്. മൈനസ് മെറ്റലിൻ്റെ പൊക്കത്ത് വെക്കണം. എന്നിട്ട് വെൽഡ് ചെയ്ത് നോക്കണം എർത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ വെൽഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ മുട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ മുട്ടിച്ചിട്ട് ഇത് ഇപ്പോൾ എർത്ത് ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു മെറ്റൽ പീസിന്. അപ്പോൾ ഈ ഒരു മെറ്റൽ പീസിൽ നമ്മൾ വെൽഡ് ആയിട്ടുണ്ട്. നമ്മൾ വെൽഡ് ചെയ്യാൻ പോണെയാണ് ഈ ജോയിൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എർത്ത് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ ക്ഷമ വേണം ഈ ഒരു പരിപാടിക്ക്. ധൃതി പിടിച്ചൊന്നും വെൽഡിങ് നടക്കില്ല. അപ്പോൾ പയ്യേനെ വേണം വെൽഡ് ചെയ്യാൻ. പയ്യേനെ വേണം ചെയ്യാൻ. ധൃതി പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നീളത്തിലൊക്കെ ചെയ്തിട്ടൊന്നും കാര്യമില്ല, വെറുതെ വെൽഡിങ് റാഡ് തീരോളൂ. ഇപ്പോൾ ഈ ഒരു പീസ് ഇപ്പോൾ വെൽഡായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണ്ട, ഈ ഒരു പീസ് വെൽഡായിട്ടുണ്ട്. കാണാം നിങ്ങൾക്കത് വെൽഡായേക്കണുണ്ടോ? നിങ്ങൾക്കപ്പോൾ എല്ലാ സൈഡും ഇങ്ങനെ വെൽഡ് ചെയ്ത് കൊടുക്കാം.
എല്ലാ സൈഡും ഇങ്ങനെ വെൽഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വെൽഡായി. ഇതിപ്പോൾ ഈ ഒരു സർഫസ് നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ വെൽഡ് ചെയ്തേക്കണ പോർഷൻ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൊരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു വെൽഡ് ചെയ്യുമ്പോൾ ഒരു മെറ്റലാ എന്തെങ്കിലും വെച്ച് തട്ടി കൊടുക്കണം. ഇതിൻ്റെ പക്കത്ത് എന്തോരം വെൽഡിങ് കാണാം. എന്തോരം സ്ഥലത്ത് വെൽഡിങ് പിടിച്ചിട്ടുണ്ട് ഇത് കാണാം. വേണ്ട ഇപ്പം ഇത്ര ഏരിയയിൽ വെൽഡിങ് പിടിച്ചിട്ടുണ്ട്. അല്ലാത്തപ്പോൾ നമുക്ക് മനസ്സിലാവൂല. അപ്പോൾ പ്രത്യേകം ഇത് ക്ലീൻ ചെയ്തിട്ട് നോക്കുക. അതിന് ശേഷം വേണം നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ റെസ്റ്റിങ് അടക്കോളാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നോട്ടിഫിക്കേഷൻ വരാനായി ബെല്ലൈക്കൺ ആക്കണം. താങ്ക് യു.